വ്യക്തികളിൽ 50% ബുദ്ധിശാലികളാണെങ്കിൽ അപ്പോൾ 50% മൂകന്മാരായിരിക്കും. 5% ദിഷണാശാലികളാണെങ്കിൽ അപ്പോൾ 5% വിഡ്ഢികളായിരിക്കും. എന്നാൽ ഒരു ദിഷണാശാലി ബോധോദയം ഉള്ളവനല്ല, അയാൾ ഒരു വിഡ്ഢിയുടെ അത്രതന്നെ ബോധോദയമില്ലാത്തവനാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല, അയാൾ ഒരു ഐൻസ്റ്റൈൻ ആയിരിക്കാം, അയാൾ നോബൽ പുരസ്കാരങ്ങൾ നേടിയിരിക്കാം. എന്നാൽ അതു വ്യത്യാസമൊന്നും ഉളവാക്കുന്നില്ല. ഒരു നോബൽ പുരസ്കാരം നേടുന്നതിലൂടെ നിങ്ങൾ ബോധോദയം ഉള്ളവനായിത്തീരുന്നില്ല. ഒരു ദിഷണാശാലി ഒരു വിഡ്ഢിയുടെ അത്രതന്നെ ബോധോദയത്തിൽ നിന്നു ദൂരമാണ്. ഒരു വിഡ്ഢിക്കു ബോധോദയത്തിലേക്ക് എടുത്തുചാടാനാവും, ഒരു ദിഷണാശാലിക്ക് അത് ചെയ്യാനാവുന്നതുപോലെ തന്നെ. ബുദ്ധിയും മൗഢ്യവും എതിർധ്രുവങ്ങളാണ്. ബോധോദയത്തിന് എതിർധ്രുവമില്ല, അതു രണ്ടിന്റെയും അതിവർത്തനമാണ്. അതുകൊണ്ട് ബോധോദയത്തിന് എതിരായിട്ടുള്ള ഒരവസ്ഥ നിലവിലുണ്ടായിരിക്കില്ല. ബുദ്ധനോ യേശുവിനോ നേരെ എതിർധ്രുവമായിട്ടുള്ള ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്രകാരം ആരുമില്ല. വേദാന്തത്തിൽ മുഴുവൻ, ഉപനിഷത്തുകളുടെ മുഴുവൻ അടിസ്ഥാനതത്വം തന്നെ ഇതാണ്. നിങ്ങൾ ദ്വൈതത്തെ അതിവർത്തിക്കുമ്പോൾ നിങ്ങൾ തികച്ചും നൂതനമായ ഒരു മാനത്തിൽ എത്തിച്ചേർന്നു. അതിനു വിപരീതമായി യാതൊന്നും നിലനിൽക്കുന്നില്ല.